നമസ്കാരം. ഇന്ത്യയിൽ വളരെ വേഗത്തിൽ വേരുറപ്പിച്ച ദക്ഷിണ കൊറിയൻ കാർ ബ്രാൻഡാണ് കിയ. സെൽട്ടോസ് എന്നൊരൊറ്റ മോഡലിലൂടെ തരംഗമായ കിയ ഇപ്പോഴും ഇന്ത്യക്കാരുടെ വിശ്വസ്ത ബ്രാൻഡാണ്. ഇപ്പോഴത്തെ പുത്തൻ അപ്ഡേറ്റുകളോടെ അവരുടെ പുതിയ SUV വരാനിരിക്കുകയാണ്. കിയ സിറോസ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. സോനറ്റിനും സെൽട്ടോസിനും ഇടയിലായിരിക്കും സിറോസ് സ്ഥാനം പിടിക്കുക. ഇതിനോടകം തന്നെ ടീസർ വീഡിയോകളിലൂടെ ഹൈപ്പ് ഉയർത്തിയ സിറോസ് ഡിസംബർ 19 ആഭ്യന്തര വിപണിയിൽ അരങ്ങേറ്റം നടത്തുന്നതാണ്. ജനുവരിയോടെ ഔദ്യോഗിക ലോഞ്ചും വിലപ്രഖ്യാപനവും നടത്താനാണ് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളുടെ പ്ലാൻ. എന്തായാലും അരങ്ങേറ്റത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ SUVയുടെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന മറ്റൊരു ടീസർ വീഡിയോയും കമ്പനി ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇങ്ങനൊരു വാഹനത്തിന്റെ വരവ് എതിരാളികൾ പോലും നനച്ചിരിക്കാത്ത സമയത്താണ് 2025 ഡൽഹിയിൽ നടക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ പങ്കെടുക്കുമെന്ന് കിയ സ്ഥിരീകരിച്ചതോടെ സിറോസിന്റെ ഔദ്യോഗിക വില പ്രഖ്യാപനം ചടങ്ങിൽ നടന്നേക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ട്രിപ്പിൾ ബീം വെർട്ടിക്കൽ LED ഹെഡ്ലാമ്പുകളും എല്ലാകൃതിയിലുള്ള LED DRLകളുമായിരിക്കും പുത്തൻ കോമ്പാക്ട് SUVക്ക് മികച്ച ലുക്ക് നൽകുക. മൊത്തത്തിൽ EV9 ഇലക്ട്രിക് SUVയുടെ ബേബി പതിപ്പായിരിക്കും ഇതെന്ന് നിസ്സംശയം പറയാം. ടീസറിൽ വാഹനത്തിന്റെ മുകൾ ഭാഗവും വ്യക്തമായിട്ടുണ്ട്. അതിൽ കൂറ്റൻ പാനോറമിക് സൺറൂഫാണ് ആകർഷിക്കാനായി എത്തുന്നത്. ഇനി ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ സംഗതി കുറച്ചുകൂടി ഉഷാറാകുകയാണ്. പുഷ് ബട്ടൺ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ്, പാർക്ക് അസിസ്റ്റ്, ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ്, സ്റ്റോറേജ് സ്പേസുകൾ, ചാർജിംഗ് പാഡ്, ചാർജിംഗ് പോർട്ടുകൾ എന്നിവ സിറോസിന്റെ അകത്തളത്തിൽ ഉണ്ട് എന്നത് ടീസറിലൂടെ മനസ്സിലാക്കാം. മറ്റ് ഫീച്ചറുകളുടെ ലിസ്റ്റിൽ ആംബിയന്റ് ലൈറ്റിംഗ്, വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റിയുള്ള ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, നാവിഗേഷൻ കണക്റ്റഡ് ടെക്ക, മൗണ്ടഡ് കൺട്രോളുകളുള്ള മൾട്ടി ഫങ്ഷണൽ സ്റ്റിയറിംഗ് വീൽ, ടെറൈൻ മോഡുകൾ തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 6 എയർ ബാഗുകൾ, 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ എന്നിങ്ങനെ ഒന്നിലധികം സുരക്ഷാ ഫീച്ചറുകളും സ്റ്റാൻഡേർഡായി തന്നെ സിറോസിൽ ഉണ്ടാകുമെന്നാണ് വിവരം. സോനറ്റിന്റെ അതേ എഞ്ചിനുകളാണ് കിയ സിറോസും ഉപയോഗിക്കുക. പക്ഷേ നാച്ചുറലി ആസ്പിറേറ്റഡ് യൂണിറ്റ് ഉണ്ടാകാൻ സാധ്യത കുറവായിരിക്കും. പകരം 1.0 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനായിരിക്കും SUVയിൽ ഉണ്ടാവുക. 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി സെറ്റാക്കിയ ഈ ഒരു എഞ്ചിൻ 118 bhp കാര്യത്തിൽ പരമാവധി 172 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതായിരിക്കും. ഇനി രണ്ടാമത്തെ ഡീസൽ എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ കിയ സിറോസിന് സെഗ്മെന്റിൽ ഇതൊരു കരുത്ത് തന്നെയായിരിക്കും. 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി സെറ്റാക്കുന്ന ഇത് 1.5 ലിറ്റർ ഓയിൽ ബേർണർ യൂണിറ്റിന് 116 bhp പവറിൽ പരമാവധി 250 Nm ടോർക്ക് വരെ ഉണ്ടാക്കാൻ സാധിക്കുമായിരിക്കും. ഭാവിയിൽ സിറോസിന്റെ ഹൈബ്രിഡ് ഓൾ ഇലക്ട്രിക് മോഡലുകൾ പരിചയപ്പെടുത്താനും കിയയ്ക്ക് പദ്ധതികളുണ്ട്. കിയ ഇന്ത്യ 2025 ജനുവരി 1 മുതൽ തങ്ങളുടെ മോഡൽ നിരയിൽ വിലവർദ്ധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ കാറുകൾക്കും മിക്ക വേരിയന്റുകളിലും 2% വരെ വിലക്കയറ്റം ഉണ്ടാകും എന്നാണ് ബ്രാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. കമോഡിറ്റി വിലകൾ ഉയരുന്നതും വിതരണ ശൃംഖലയുമായി ബന്ധപ്പെട്ട ചെലവുകൾ വർദ്ധിക്കുന്നതുമാണ് തങ്ങൾ ഇത്തരമൊരു വിലവർദ്ധനവിലേക്ക് നയിച്ചതെന്നാണ് കിയ പറയുന്നത്. നിലവിൽ കിയ ഇന്ത്യക്ക് സോനറ്റ്, സെൽട്ടോസ്, കാരൻസ്, കാർണിവൽ, EV6, EV9 എന്നിവ ഉൾപ്പെടെ 6 മോഡലുകളാണ് വിൽപ്പനയിൽ ഉള്ളത്. ഈ മാസം അവസാനം സിറോസിന്റെ അവതരണത്തോടെ ഇത് 7ആയി ഉയരും. ഇതിൽ കംപ്ലീറ്റ്ലി ബിൽറ്റപ്പ് യൂണിറ്റുകളായുള്ള കാറുകളുടെ വിലയിൽ പരിഷ്കാരം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും ലഭിക്കുന്ന വിവരങ്ങളിലുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം ജനുവരിയോടെ തന്നെ അറിയാൻ കഴിയുന്നതായിരിക്കും.